ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ദുൽഖർ സൽമാനെ ഇഡി വിളിച്ചു വരുത്തിയിരിക്കുന്നു. വീടുകളിൽ റെയ്ഡ് നടക്കുന്നതിനിടെയാണ് ദുൽഖറിനെ വിളിച്ചു വരുത്തിയത്. നെടുമ്പാശ്ശേരിയിലെത്തിയ ദുൽഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ ദുൽഖർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ ഇഡി വിളിച്ചു വരുത്തുകയായിരുന്നു. എന്താണ് അറിയാനാകുന്നത്? ദുൽഖർ സൽമാനെ അത്തരത്തിൽ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ വളരെ പ്രധാനപ്പെട്ട, അതായത് ദുൽഖർ സൽമാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പ്രതികരണം ആരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും പ്രതികരിക്കാതെയാണ് കാറിൽ കയറി പോയത്. അതിനുശേഷം ഞാൻ നിൽക്കുന്ന ദുൽഖർ സൽമാന്റെ ഇളംകുളത്തെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇഡിയുടെ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ദുൽഖർ സൽമാന്റെ 3 വീടുകളിലാണ് പ്രധാനമായും ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഒന്ന് ഇളംകുളത്തെ വീടാണ്. ഇതിന് പുറമെ തന്നെ പനമ്പള്ളി നഗറിലെ വീട്ടിലും ഒപ്പം തന്നെ ചെന്നൈയിലെ വീട്ടിലും പരിശോധനകൾ ഇഡിയുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഇതിൽ നേരത്തെ തന്നെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നത് 3 വാഹനങ്ങൾ, അതായത് ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ റഡാറിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നതാണ്. ഈ 3 വാഹനങ്ങളും ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചാണ് കടത്തിയതെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് 3 വാഹനങ്ങളും പിടിച്ചെടുത്തിരുന്നത്. അതിലൊരു വാഹനം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ്. അതിൽ ആവശ്യം പരിഗണിക്കണമെന്നുള്ളത് കസ്റ്റംസിന് ഹൈക്കോടതി നിർദ്ദേശമായി നൽകുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ വീടുകളിൽ റെയ്ഡുകൾ നടത്തുന്നത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിലടക്കം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ച കാര്യം, നിയമവിരുദ്ധമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് താൻ വാഹനം വാങ്ങിയെന്നുള്ളതാണ്. എന്തായാലും ഇനി ഇഡി ദുൽഖർ സൽമാനോട് വിശദീകരണം തേടുമ്പോൾ അദ്ദേഹം എന്ത് പറയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ ഇളംകുളത്തെ വീട്ടിലേക്ക് ദുൽഖർ സൽമാൻ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇഡി സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം തന്നെ ദുൽഖർ സൽമാനിൽ നിന്ന് വിശദീകരണങ്ങൾ തേടും. അപ്പോൾ ആ വിശദീകരണം നൽകുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ, അതായത് നിയമപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്, ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ വാഹനമാണെന്ന് തനിക്ക് അറിയില്ല, അത്തരത്തിലൊരു മൊഴിയായിരിക്കുമോ ആ ഇഡിക്ക് നൽകുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ശരൺ, ഇപ്പോൾ ദുൽഖർ എത്തുന്നത് കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെ ഇഡി എത്തിയപ്പോഴാണ്. ഇഡി ആകട്ടെ ദുൽഖറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. നേരത്തെ ഈ ഭൂട്ടാനിൽ നിന്ന് വാങ്ങിയ വാഹനങ്ങൾ, അതിൽ ഇടനിലക്കാരുണ്ട്, ഇടനിലക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ക്രമക്കേട് എന്ന രൂപത്തിലാണ് വിവരങ്ങൾ വന്നിരുന്നത്. പക്ഷേ ഇഡിയുടെ റെയ്ഡ് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു രൂപത്തിൽ കൂടി ആവുകയാണ്. എന്താണ് അപ്പോൾ ഇഡി സംശയിക്കുന്നത്? സ്മൃതി, നേരത്തെ കസ്റ്റംസ് അനുമാനത്തിൽ എത്തിയിരുന്ന കാര്യം, അതായത് ദുൽഖർ സൽമാൻ കൃത്യമായ അറിവോട് കൂടിയാണ് ഈ വാഹനം വാങ്ങിയെന്നുള്ളതാണ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കൊണ്ടുവന്ന വാഹനമാണെന്ന ഇടനിലക്കാർ പറഞ്ഞിരുന്നു. അങ്ങനെ അറിവോട് കൂടിയാണ് അത്തരത്തിലൊരു വാഹനം വാങ്ങിയെന്നൊരു അനുമാനത്തിലേക്കാണ് കസ്റ്റംസ് എത്തിച്ചേർന്നിരുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കടത്തിയതല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം ഇത്തരത്തിൽ കടത്തിയതിന്റെ മറവിൽ തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ദുൽഖർ സൽമാന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം വിശദമായി പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട്, അതിന് മുന്നോടിയായിട്ട് സ്വാഭാവികമായിട്ടും ഈ രേഖകളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ കസ്റ്റംസ് തന്നെ കൈമാറിയ വിവരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രേഖകളാണ്, ഈ വാഹനത്തിന്റെ രേഖകളാണ്. അതിന് പുറമെ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീടുകളിലടക്കം പരിശോധനകൾ നടക്കുന്നത്. ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ദുൽഖർ സൽമാനിൽ നിന്ന് വിശദീകരണം തേടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ദുൽഖർ സൽമാൻ കൊച്ചിയിലേക്ക് എത്തിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ വാഹനം വിട്ടുകിട്ടണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ദുൽഖർ. അതിൽ ദുൽഖറിന് അനുകൂലമായിട്ടല്ലേ കോടതിയുടെ ഉത്തരവുണ്ടായത്? സ്മൃതി, പൂർണ്ണമായും അനുകൂലമായിട്ടാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. മറിച്ച് ആശ്വാസകരമായ, ദുൽഖർ സൽമാനെ സംബന്ധിച്ച് താൽക്കാലികമായ ഒരു ആശ്വാസകരമായിട്ടൊരു കാര്യമായിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. ദുൽഖർ സൽമാൻ പ്രധാനമായും ആ ഹർജിയിൽ പറഞ്ഞിരുന്നത് നിയമവിരുദ്ധമായിട്ട് താനൊന്നും ചെയ്തിട്ടില്ല, നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടാണ് താൻ ഈ വാഹനം വാങ്ങിയെന്നുള്ളതാണ്. തന്റെ പക്കൽ കൃത്യമായ രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിക്കാതെയാണ് കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്തതെന്നുള്ളൊരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത്. ഇതിലാണ് ദുൽഖർ സൽമാന്റെ ആവശ്യം പരിഗണിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കസ്റ്റംസിനെ ഹൈക്കോടതി നൽകിയിരുന്നത്. ഇന്നലെ അത്തരത്തിലൊരു ഉത്തരവിടുമ്പോൾ കസ്റ്റംസ് തന്നെ പറഞ്ഞത്, കസ്റ്റംസിലെ 110A വകുപ്പ് പ്രകാരം അത്തരത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ നൽകാനുള്ളൊരു ക്ലോസ് ഉണ്ട്, അപ്പോൾ വിട്ടു നൽകാനുള്ള ക്ലോസ് ഉണ്ട്. അപ്പോൾ അതുകൂടിയാണ് ദുൽഖർ സൽമാൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ ആവശ്യം പരിഗണിക്കണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ദുൽഖർ സൽമാൻ ഇനി ഉടൻ തന്നെ
കസ്റ്റംസിന് അപേക്ഷ നൽകും. അത് അപ്പലേറ്റ് അതോറിറ്റിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അതായത് അഡീഷണൽ ഡയറക്ടറാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ ദുൽഖർ സൽമാന് വാഹനം വിട്ടു നൽകണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കസ്റ്റംസ് അഡീഷണൽ ഡയറക്ടറാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് പ്രധാനമാണ്. ഇതിൽ 2 ഓപ്ഷനാണ്. ഒന്ന്, വിട്ടു നൽകാം, അത് ബാങ്ക് ഗ്യാരണ്ടിയിലടക്കം വിട്ടു നൽകാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ചില വിഷയങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ അവർക്ക് വാഹനം ഇത്തരത്തിൽ പിടിച്ചെടുത്ത നടപടി അത് തന്നെ തുടരാൻ കഴിയും. എന്തായിരിക്കും തീരുമാനമെന്നുള്ളത് കസ്റ്റംസ് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. 10 ദിവസമാണ് ഹൈക്കോടതി കസ്റ്റംസിന് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇനി കസ്റ്റംസ് വാഹനം വിട്ടുകൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ചരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് ദുൽഖർ സൽമാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. എപ്പോഴും ചിരിച്ചു കാണാറുള്ള ദുൽഖർ ഗൗരവത്തിലാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. അദ്ദേഹം പെട്ടെന്ന് കാറിൽ കയറി പോവുകയായിരുന്നു. അത് ED വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദുൽഖർ എത്തിയത് എന്നാണ് അപ്പോൾ അറിയാനാകുന്നത്. നേരത്തെ കസ്റ്റംസ് വിടാതെയുണ്ട്. ദുൽഖറിന് പിന്നാലെ ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ED കൂടി എത്തുകയാണ്. എന്തുകൊണ്ട് ചിലരിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ള വിമർശനങ്ങളും ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ ദുൽഖർ ഈ കാര്യങ്ങൾ വിശദീകരിക്കും പിന്നീടെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിളിച്ചു വരുത്തി എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിലേക്ക് അതിനെ കാണേണ്ടതുണ്ടോ? ശരൺ, ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വിവരങ്ങൾ എടുക്കൽ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? സ്മൃതി, ചോദ്യം ചെയ്യൽ എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതായത് ദുൽഖർ സൽമാനിൽ നിന്ന് വിവരങ്ങൾ തേടുക എന്നുള്ള ഉദ്ദേശം, വിശദീകരണം എന്താണെന്നുള്ളത് തേടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇത്തരത്തിൽ ED റെയ്ഡുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടാറുണ്ട്. അവർ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ആ റെയ്ഡിന്റെ ഭാഗമായിട്ട് തന്നെ വിവരങ്ങൾ തേടുന്ന നടപടികളൊക്കെ നമ്മൾ EDയുടെ ഭാഗത്ത് നിന്ന് കണ്ടിരുന്നതാണ്. അത്തരത്തിൽ തന്നെ ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതിൽ ഈ രേഖകളിലടക്കം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിലടക്കം വ്യക്തത വരുത്താനായിരിക്കും ED ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ECIR രജിസ്റ്റർ ചെയ്ത ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക. പ്രത്യേകിച്ച് ഈ നോട്ടീസ് നൽകി, താരങ്ങൾക്ക് നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകണമോ എന്നുള്ളൊക്കെ തീരുമാനമെടുക്കുക ECRന് ശേഷമായിരിക്കും. നിലവിൽ നടക്കുന്നത് പ്രാഥമിക അന്വേഷണമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ആ വിവരശേഖരണം കൂടിയാണ് ഇപ്പോൾ റെയ്ഡുകളിലൂടെ ED ഉദ്ദേശിക്കുന്നത്. ശരി, SS ശരൺ ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.